ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് കോവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായി ഇവിടെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു 7 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല കട്ടി കുറഞ്ഞ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല തിന്നാക്കിയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് നമുക്കിനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിക്ക് ആവശ്യത്തിനായ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 8 ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് നമ്മുടെ കോവയ്ക്ക ഫ്രൈക്ക് കിട്ടുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോവയ്ക്കയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ള കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കോവയ്ക്ക് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിട്ടിരിക്കുന്ന ഈ മസാലകളിലേക്ക് ഒരു പച്ചമണം മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, തേങ്ങ മാത്രമായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.